ഇപ്പോൾ ഗോവിന്ദചാമിയെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് ഇറക്കുന്നു. ചിലപ്പോൾ മെഡിക്കലിനാകും, റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. എന്തായാലും ഇന്ന് 6 മണിക്കൂറോളം പോലീസിനെ വട്ടം കറക്കിയ ജയിൽ ചാട്ടം കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തയെ മാറിയ ഗോവിന്ദചാമി ഇതാ ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. വലിയ പോലീസ് സന്നാഹമുണ്ട്. എന്തായാലും ഈ കേസിൽ ഒരു റിമാൻഡ് ഉണ്ടാകും. അറസ്റ്റ് നടപടികൾ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങോട്ടേക്ക് റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരിച്ച് ഈ ജയിലിലേക്ക് സഹായഹസ്തങ്ങളെ, രക്ഷപ്പെടാനുള്ള ഹസ്തങ്ങളൊക്കെ നീട്ടിയ കണ്ണൂർ ജയിലിലേക്ക് തന്നെ ഗോവിന്ദചാമിയെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗോകുൽ നമ്മോടൊപ്പം ചെയ്യുന്നു. ഗോകുൽ, ഇപ്പോൾ ഈ അറസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. കോടതിയിലേക്കാണോ മെഡിക്കലാണോ? പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുവെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മെഡിക്കൽ പരിശോധന നേരത്തെ പൂർത്തിയാക്കിയതിനാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്തായാലും നേരെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിക്കുന്നുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. ഗോവിന്ദചാമി ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. ഗോവിന്ദചാമി നമ്മുടെ മുമ്പിൽ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഈ വാഹനത്തിനകത്തുണ്ട്. പോലീസ് അകമ്പടിയോട് കൂടിയിട്ടാണ് എന്തായാലും ഇപ്പോൾ അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. തെളിവെടുപ്പിനായിട്ടായിരിക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുള്ള തെളിവെടുപ്പിന് ശേഷമായിരിക്കും ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. റിമോട്ട് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ വണ്ടി ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പള്ളിക്കുന്നിലേക്ക്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ വാഹനം അവിടെ എത്തുകയും ചെയ്യും. അവിടെ തെളിവെടുപ്പിന് ശേഷമായിരിക്കും പിന്നീട് മറ്റു നടപടികളിലേക്ക് കടക്കുക. മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്തായാലും ഇന്ന് തന്നെ ഹാജരാക്കും. തെളിവെടുപ്പ് എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഏതെല്ലാം രീതിയിലായിരിക്കും തെളിവെടുപ്പ് നടക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും ഇതിനുശേഷമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുക. ഗോവിന്ദചാമി ഇപ്പോൾ എന്തായാലും ആ വാഹനത്തിനകത്തുണ്ട്, പോലീസിന്റെ വാഹനത്തിനകത്തുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വണ്ടിക്കകത്ത് നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിന് വിഷ്വലിനകത്ത് ഈ വാഹനത്തിനകത്ത് ഗോവിന്ദചാമിയുണ്ട്. അയാളുമായിട്ട് ഇപ്പോൾ തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് പുറപ്പെടും. കണ്ണൂരിൽ പള്ളിക്കുന്നിലുള്ള സെൻട്രൽ ജയിലിലായിരുന്നു ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത്. ആ സെൻട്രൽ ജയിലിലെത്തി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗോവിന്ദചാമി വാഹനത്തിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊക്കെ ഒടുവിലാണ് ചില സൂചനകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നത്. എങ്ങനെയായിരുന്നു ഗോവിന്ദചാമി പുറത്തിറങ്ങിയത്, ആരൊക്കെ സഹായിച്ചു എന്നതിനെ സംബന്ധിച്ച ചില സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വാഹനം അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വണ്ടി പള്ളിക്കുന്നിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തും. 3-4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അങ്ങോട്ടേക്ക്. ഗോവിന്ദചാമിയെ ഈ വാഹനത്തിലാണ് കയറ്റിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാഹനത്തിനകത്ത് ഗോവിന്ദചാമിയുണ്ട്. പോലീസിന്റെ ശക്തമായ സുരക്ഷയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഇയാളെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക. വാഹനം എന്തായാലും സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ കണ്ണൂരിലുള്ള സെൻട്രൽ ജയിലിൽ എത്തും. അവിടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എവിടെ നിന്നാണോ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ ജയിൽ ചാടിയത് അങ്ങോട്ടേക്ക് തന്നെ ഗോവിന്ദചാമിയെ എത്തിക്കുകയാണ്. പ്രാഥമികമായ ഒരു തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ്